മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുവായ ജയലക്ഷ്മി ടീച്ചർക്കും മറ്റ് എല്ലാ ഗുരുക്കന്മാർക്കും എല്ലാ ഭാഗവത പ്രേമികൾക്കും നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്ന വിഷയം ദശമസ്കന്ധത്തിലെ ബ്രഹ്മമോഹനം എന്ന ലീലയിലെ ബ്രഹ്മസ്തുതിയാണ്. ആദ്യം ആ കഥ നമുക്കൊന്ന് ചുരുക്കി നോക്കാം, അതിനുശേഷം സ്തുതിയിലേക്ക് കടക്കാം. ഒരു ദിവസം ഭഗവാനും കൂട്ടുകാരും കൂടി ഭോജനം വനത്തിൽ വെച്ചാകാമെന്ന് വിചാരിച്ചുകൊണ്ട് ഭക്ഷണപ്പൊതികളും എടുത്തുകൊണ്ട് പശുക്കുട്ടികളെ മേടിച്ചുകൊണ്ട് വനത്തിലേക്ക് പോയി. അങ്ങനെ അവിടെ വെച്ച് ഉച്ചയ്ക്കുള്ള ഉച്ചഭക്ഷണത്തിലുള്ള സമയമായപ്പോൾ അവരെല്ലാവരും ചുറ്റും കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭഗവാൻ ഒരു ചോറുരുള കയ്യിലെടുത്തു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം പശുക്കുട്ടികളെ കാണാനില്ല എന്ന് ഭഗവാന്റെ കൂട്ടുകാർ പറഞ്ഞു. അതിനെ അന്വേഷിച്ചു പോയി ഭഗവാൻ. നോക്കിയപ്പോൾ പശുക്കുട്ടികളെ കണ്ടില്ല. തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഈ ഗോപകുമാരന്മാരെയും കാണുവാനുണ്ടായിരുന്നില്ല. ഇതെല്ലാം ബ്രഹ്മദേവന്റെ ഒരു കളിയാണെന്ന് വിചാരിച്ച് ഭഗവാൻ അവരെല്ലാം ഏതേത് സ്വരൂപത്തിലുണ്ടായിരുന്നോ ആ സ്വരൂപത്തിൽ തന്നെ ആയി മാറി. ബ്രഹ്മദേവന് എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ ഒരു ലീല കൂടി കാണണമെന്നൊരു മോഹമുണ്ടായി. അതുകൊണ്ടാണ് ഈ പശുക്കുട്ടികളെയും അതുപോലെ ഗോപകുമാരന്മാരെയെല്ലാം മറിച്ചത്. ആ സത്യലോകത്തും ഭൂമിയിലും സമയവ്യത്യാസമുണ്ട്. അപ്പോൾ ഭൂമിയിൽ ഒരു വർഷക്കാലം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഒരു നിമിഷം മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ബ്രഹ്മദേവൻ ആ ഒരു വർഷക്കാലം കഴിഞ്ഞ് ഇവിടെ വന്ന് നോക്കിയപ്പോൾ എല്ലാം പഴയതുപോലെ തന്നെ ഭഗവാൻ ആ പശുക്കുട്ടികളോടും ഗോപകുമാരന്മാരോടും കൂടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബ്രഹ്മദേവൻ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവരെയെല്ലാം വിഷ്ണു സ്വരൂപികളായി കണ്ടു ബ്രഹ്മദേവൻ. അങ്ങനെ ബ്രഹ്മാവ് ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ചു തുടങ്ങുകയാണ്. ആദ്യത്തെ സ്തുതി: നോ മീഡ്യതേ അബ്രവപുഷേ തടിദംബരായ കുഞ്ചാബദം സപരിപിച്ചല സന്മുഖായ പന്യസ്തജേ കപളവേത്ര വിഷാണവേണുല്ലക്ഷ്മശ്രിയേ മൃതപദേ പശുപാങ്കജായ. ആദ്യം ഭഗവാനെ നമസ്കരിക്കുകയാണ് ബ്രഹ്മദേവൻ. എന്താണ് പറഞ്ഞത്? നീലമേഘശ്യാമളവർണ്ണനായി മഞ്ഞപ്പട്ടുടുത്ത് കുന്നിക്കുരുകൾ കൊണ്ടുള്ള കുണ്ടലങ്ങൾ അണിഞ്ഞ് എല്ലാവിധ അലങ്കാരത്തോടും കൂടി ശോഭിക്കുന്ന മുഖാരവിന്ദത്തോടു കൂടിയവനും അതുപോലെ മൃദുവായ പാദകമലങ്ങളോട് കൂടിയവനും കൊമ്പ്, കയ്യിൽ ചോറുരുള, അതുപോലെ പശുക്കുട്ടികളെ മേയ്ക്കുന്ന വടി, ഓടക്കുഴൽ ഇവയെല്ലാം ധരിച്ച് ഗോപകുമാരനായി വിളങ്ങുന്ന ഭഗവാനെ നമസ്കാരം എന്നാണ് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് ബ്രഹ്മദേവൻ പറയുകയാണ്: ഭഗവാനെ, അങ്ങയുടെ ഈ അവതാര സ്വരൂപത്തിൻ്റെ മഹിമ എനിക്ക് ബ്രഹ്മാവായ ഞാൻ കൂടി അറിയാൻ ശക്തനല്ല. പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവർ അറിയുക? അതായത് അങ്ങയുടെ ഈ സ്വരൂപം പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമല്ല, മറിച്ച് സത്വഗുണം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. പിന്നീട് സ്തുതിക്കുകയാണ്: ഭഗവത് തത്വത്തെ അറിയാൻ കഴിയില്ലെങ്കിൽ ഈ സംസാര സമുദ്രത്തെ ജീവാത്മാക്കൾ എങ്ങനെ കടക്കും? അവർ എങ്ങനെ മോക്ഷപ്രാപ്തിയിൽ എത്തിച്ചേരും? അതിനും ബ്രഹ്മദേവൻ പറയുകയാണ്: അവരവരുടെ വർണ്ണാശ്രമ ധർമ്മങ്ങളെ ആചരിച്ച് മനഃശുദ്ധി വരുത്തി അതിലൂടെ സജ്ജനങ്ങളുടെ മുഖത്തിൽ നിന്ന് വരുന്ന ആ ഭഗവത് കഥകളെ കേട്ട് ഭക്തിയെ വളർത്തുക. അപ്പോൾ ശരീരം, വാക്ക്, മനസ്സ് ഇവ കൊണ്ട് അങ്ങയെ പ്രാപിക്കാൻ കഴിയും. ഇതര യോഗത്തേക്കാൾ ഭക്തിയോഗം തന്നെയാണ് ശ്രേഷ്ഠം എന്നാണ് ബ്രഹ്മദേവൻ ഇതിലൂടെ പറഞ്ഞു വരുന്നത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇവയെല്ലാം സാധിപ്പിക്കുന്നതാണ് ഭക്തി. അതിനെ തള്ളിക്കളഞ്ഞ് ജ്ഞാനത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് ദുഃഖം മാത്രമാണ് ബലം. അതായത് അരിക്ക് വേണ്ടി ഉമ്മി കുത്തുന്നത് പോലെ ദുഃഖം മാത്രമാണ് അനുഭവം ഉണ്ടാകുക. വലുതായ ജലസ്ഥാനത്തിൽ നിന്നും നദികൾ ഒഴുകുന്നത് പോലെയാണ് ഭക്തിയിൽ നിന്ന് എല്ലാ ശ്രേയസ്സും ലഭിക്കുന്നത്. ഭഗവാൻ ഗീതയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വാസുദേവനിലുള്ള ഭക്തി കൊണ്ട് വിഷയ വൈരാഗ്യവും അതുമൂലം ജ്ഞാനവും പ്രകാശിക്കും എന്നാണ്. അതിനൊരു ഉദാഹരണം കൂടി പറയുകയാണ് ബ്രഹ്മദേവൻ. അതായത് പണ്ട് യോഗികൾ അവരുടെ യമനിയമാദികളായ ആ യോഗങ്ങളെ ആചരിച്ച് ജ്ഞാനം സമ്പാദിക്കാൻ ശ്രമിച്ചു. അതിന് കഴിഞ്ഞില്ല. അപ്പോൾ അവർ എന്തു ചെയ്തെന്ന് വെച്ചാൽ ആ കർമ്മ യോഗത്തിലൂടെ അവർ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം
ഭഗവാന്റെ പ്രീതിക്കായി സമർപ്പിച്ച് കർമ്മയോഗത്തിലൂടെ മനഃശുദ്ധി വരുത്തി ഭഗവത് കഥകളെ കേട്ട് ആ ഭക്തിയെ വളർത്തി വളരെ വേഗത്തിൽ തന്നെ വൈരധികമായ അങ്ങയെ പ്രാപിച്ചു. അങ്ങനെ അവർ മുക്തരായിത്തീർന്നു എന്ന് പറയുകയാണ്. പിന്നീട് പറയുകയാണ്, ഭഗവാനെ അന്ധകരണ വൃത്തികൾ ബാഹ്യ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നതിനെ നിരോധിച്ച് ഭഗവാനിൽ തന്നെ ഉറപ്പിക്കുന്നതിനെയാണ് പ്രത്യാഹരണം എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ദ്രിയവൃത്തികൾ പ്രത്യാഹരിക്കപ്പെടുമ്പോൾ അങ്ങയുടെ മഹിമ അറിയാൻ കഴിയുന്നു. അങ്ങ് കർമ്മമില്ലാത്തവനും ഇത് അനുഭവം കൊണ്ട് മാത്രം അറിയപ്പെടുന്നവനുമാണ്. അതിനൊരു ഉദാഹരണം പറയുകയാണ്. അതായത് വിറകിൽ പിടികൂടിയ അഗ്നി ജ്വാലാരൂപേണ പ്രകാശിക്കാതെ കാരണാഗ്നിയായി ശമിക്കുന്നത് പോലെയാണ് മഹാത്മാക്കൾ കർമ്മവാസനകൾ നശിച്ചിരിക്കുന്ന അവരുടെ അന്ധകരണം കൊണ്ട് ആ ഭഗവാന്റെ മഹിമയെ അല്ലെങ്കിൽ തത്വത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത്. ഇതിന് തന്നെയാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. നമുക്ക് വളരെ കാലത്തെ പരിശ്രമം കൊണ്ട് ഭൂമിയിലെ മണൽത്തരികളെയും മഞ്ഞു തുള്ളികളെയും അതുപോലെ ആകാശത്തിലത്തെ നക്ഷത്രങ്ങളെയും എല്ലാം എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയും. എങ്കിലും അങ്ങയുടെ ആ മഹിമയെ വർണ്ണിക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറയുകയാണ് ബ്രഹ്മദേവൻ. ഇനി എങ്ങനെയാണ് അത് ആ ഭഗവാന്റെ മഹിമയെ കുറച്ചെങ്കിലും നമുക്ക് അറിയാൻ കഴിയുക എന്ന് വെച്ചാൽ, ഒരു ദിവസം അങ്ങയുടെ കാരുണ്യം എങ്കിലും ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ തനിക്കുണ്ടാവുന്ന സുഖദുഃഖങ്ങളെ തൻ്റെ കർമ്മഫലം എന്ന് വിചാരിച്ച് ആവലാതിയൊന്നും കൂടാതെ ആ സുഖദുഃഖങ്ങളെ അനുഭവിക്കുകയും ശരീരം, വാക്ക്, മനസ്സ് ഇവ കൊണ്ട് അങ്ങേ തന്നെ ശരണം പ്രാപിക്കുന്നവർക്ക് ക്രമത്തിൽ മുക്തി ലഭിക്കുന്നു. ഈ ശ്ലോകത്തിൽ ദായബാക്ക് എന്നൊരു വാക്ക് പ്രയോഗിച്ചിരിക്കുന്നു. അതിനർത്ഥം അവകാശി എന്നാണ്. ഭഗവത് കാരുണ്യം മാത്രം കാക്ഷിക്കുന്നവരാണ് യഥാർത്ഥ ഭക്തൻ. അവൻ അങ്ങയുടെ അവകാശിയാണ്. അവന് മുക്തി നൽകി അങ്ങ് അനുഗ്രഹിക്കുകയും ചെയ്യും. പിന്നീട് ബ്രഹ്മദേവൻ പറയുകയാണ്, ഭഗവാനെ എൻ്റെ അവിവേകത്തെ ഒന്ന് നോക്കൂ. ആദ്യയിൽ തന്നെ ഉള്ളവനും അവസാനമില്ലാത്തവനും മായയുടെ നിയന്താവുമായ അങ്ങേ തന്നെ ഞാൻ എൻ്റെ മായ കൊണ്ട് മയക്കാൻ നോക്കി. ഇതെങ്ങനെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ, വിറകിൽ നിന്ന് പുറപ്പെട്ട ഒരു തീപ്പൊരി അല്ലെങ്കിൽ അഗ്നിയിൽ നിന്ന് പുറപ്പെട്ട ഒരു തീപ്പൊരി ആ അഗ്നിയെ തന്നെ തപിപ്പിക്കാൻ നോക്കുന്നത് പോലെയാണ്. അങ്ങയിൽ നിന്ന് കിട്ടിയ തുച്ഛമായ ഈ കഴിവ് ഉപയോഗിച്ച് അങ്ങയെ തന്നെ ഞാൻ മയക്കാൻ നോക്കിയത്. പിന്നീട് പറയുകയാണ്, ഭഗവാനെ ഞാൻ രജോ ഗുണത്തിൽ നിന്ന് ഉത്ഭവിച്ചവനും അങ്ങയുടെ മാഹാത്മ്യം അറിയാത്തവനും ഈശ്വരനാണെന്ന് സ്വയം അഭിമാനിക്കുന്നവനും സൃഷ്ടികർത്താവാണെന്നുള്ള അഹങ്കാര നിമിത്തം വിചാരശക്തി ഇല്ലാത്തവനും മായ കൊണ്ട് വിവേകം നഷ്ടപ്പെട്ടവനുമാണ്. അങ്ങ് എൻ്റെ അപരാധത്തെ ക്ഷമിച്ച് എനിക്ക് മാപ്പ് നൽകി എന്നെ അനുഗ്രഹിക്കണം. അങ്ങുകൂടി എന്നെ ഉപേക്ഷിച്ചാൽ ഞാൻ അനാഥനായിത്തീരും എന്ന് പറയുകയാണ് ബ്രഹ്മദേവൻ. പിന്നീട് താൻ ഭഗവാനെക്കാളും എത്രയോ ചെറിയവനാണ് എന്നുള്ളതാണ് അടുത്ത ശ്ലോകം കൊണ്ട് ബ്രഹ്മദേവൻ പറയുന്നത്. പ്രകൃതി, മഹത്തത്വം, അഹങ്കാരതത്വം, പഞ്ചഭൂതങ്ങൾ ഇവയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന അണ്ടമാകുന്ന ഘടത്തിൽ ഒതുങ്ങിയിരിക്കുന്ന 84 വിധം നീളമുള്ള ശരീരത്തോടു കൂടിയിരിക്കുന്ന ഞാനിവിടെ ഇതുപോലെയുള്ള അനേകം ബ്രഹ്മാണ്ടങ്ങൾ ഓരോ രോമകൂപത്തിലൂടെയും അകത്തേക്കും പുറത്തേക്കും വന്നും പോയും ഇരിക്കുന്ന അങ്ങയുടെ മഹിമ എവിടെ? ഘടം നശിക്കുന്നത് പോലെ തന്നെ ബ്രഹ്മാണ്ടവും നശിക്കും. അപ്പോൾ അതിനുള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ബ്രഹ്മാവായ ഞാനും ഘടാകാശം മഹാകാശത്തിൽ എന്ന പോലെ അങ്ങയെ ലയിക്കുന്നു. ഇനി താൻ ഭഗവാന്റെ മകനാണെന്ന് ഉറപ്പിക്കുകയാണ് അടുത്ത 2 ശ്ലോകം കൊണ്ട് ബ്രഹ്മദേവൻ ചെയ്യുന്നത്. അതായത് ഗർഭത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞ് ചവിട്ടാറുണ്ട്, അമ്മയെ ചവിട്ടാറുണ്ട്. പക്ഷേ അമ്മയ്ക്ക് അതൊരു അപരാധമായി തോന്നാറില്ല. അതുപോലെ തന്നെ ബ്രഹ്മദേവൻ പറയുകയാണ്, ഈ പ്രപഞ്ചം, ഞാൻ ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചം മുഴുവനും അങ്ങയുടെ ഉദരത്തിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ മകൻ തന്നെയാണ്. അതുകൊണ്ട് ഒരമ്മ കുഞ്ഞിൻ്റെ തെറ്റിനെ ക്ഷമിച്ചതുപോലെ എൻ്റെ അപരാധത്തെയും അങ്ങ് ക്ഷമിച്ചെനിക്ക് മാപ്പ് നൽകണം എന്ന് പറയുകയാണ്. അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്, പ്രളയത്തിൽ എല്ലാം നശിക്കും. അവസാനത്തിൽ ഈ പ്രളയാവസരത്തിൽ അങ്ങയുടെ നാഭിയിൽ നിന്ന് പുറപ്പെട്ട ആ താമരപ്പൂവിൽ നിന്നല്ലേ ഞാൻ ജനിച്ചത്. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ മകൻ തന്നെയാണെന്ന് ഉറപ്പിക്കുകയാണ് അടുത്ത ശ്ലോകം കൊണ്ട് ചെയ്യുന്നത്. ഇനി ഭഗവാൻ നാരായണനാണെന്ന് അടുത്ത ശ്ലോകം കൊണ്ട് പറയുകയാണ്. അത് നോക്കാം.
നാരായണസ്തം നഹി സർവദേഹിനാം ആത്മാശതീശാഖില ലോകസാക്ഷി നാരായണോങ്കം നരഭൂചലായനാൻ തച്ചാപി സത്യം ന തവൈവമായ. ഭഗവാൻ നാരായണൻ അങ്ങു തന്നെയാണെന്ന് ഉറപ്പിക്കുന്നു. നരനിൽ നിന്ന് ഉത്ഭവിച്ചതിനാൽ ജലത്തിന് നാരം എന്നൊരു പേരുണ്ട്. നാരം അയനമായവൻ, അതായത് ജലത്തെ ആശ്രയിച്ചവൻ, പ്രളയജലത്തിൽ ശയിച്ചവൻ. അതുകൊണ്ടാണ് അങ്ങയ്ക്ക് നാരായണൻ എന്ന് പേരുണ്ടായത്. എന്നാൽ ബ്രഹ്മദേവൻ പറയുകയാണ് ആ സ്വരൂപം സത്യമല്ല. എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മദേവൻ 100 വർഷക്കാലം ജലത്തിനെ അന്വേഷിച്ചിട്ടും ആ സ്വരൂപത്തെ കണ്ടുപിടിക്കാനായില്ല. പിന്നീട് 100 വർഷക്കാലം തപസ് ചെയ്തപ്പോഴാണ് ബ്രഹ്മദേവൻ്റെ ഹൃദയത്തിൽ ഒന്ന് മിന്നിമറിയുകയാണ് ഉണ്ടായത് ആ സ്വരൂപം. അപ്പോൾ ആ സ്വരൂപവും സത്യമല്ല എന്നാണ് ബ്രഹ്മദേവൻ പറഞ്ഞു വരുന്നത്. ഇതെല്ലാം മായ കൊണ്ട് പ്രകാശിപ്പിച്ചതാണ്. ഈ കൃഷ്ണാവതാരത്തിൽ തന്നെ ഭഗവാൻ മണ്ണു തിന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വായ തുറക്കാൻ പറഞ്ഞപ്പോൾ ആ വായയ്ക്കുള്ളിൽ പ്രപഞ്ചത്തെ മുഴുവൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു ഭഗവാൻ. അപ്പോൾ പുറമേ കാണുന്ന ഈ പ്രപഞ്ചം മായയാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുകയല്ലേ ഭഗവാനെ അങ്ങ് ചെയ്തത് എന്നാണ് ബ്രഹ്മദേവൻ ചോദിക്കുന്നത്. അടുത്തത്, ഈ വിധം കണ്ടതെല്ലാം തന്നെ മായയാണെന്ന്, കാണുന്നതെല്ലാം അങ്ങ് ഒഴിച്ച് ബാക്കിയെല്ലാം മായയാണെന്ന് ഉറപ്പിക്കുകയാണ് അടുത്ത ശ്ലോകം കൊണ്ട് ചെയ്യുന്നത്. യസ്യ കുക്ഷാവിധം സർവം സാത്വം ബാധിയതാ തദാ തത്തയ്യപീഗത സർവം കിവിധം മായാവിന. ഉദരത്തിൽ കണ്ടതുകൊണ്ട് ബാഹ്യപ്രപഞ്ചം മിഥ്യയാകണമെന്നും ഇന്നില്ല. പുറമെ ഈ ലോകം ഏതു വിധത്തിൽ കാണപ്പെടുന്നുവോ ആ വിധത്തിൽ തന്നെ ജഡരാന്തർഭാഗത്തിലും കാണപ്പെടുന്നു. പുറമേയുള്ള സാധനം, നമുക്കൊരു കണ്ണാടിയുടെ ഒരു ഉദാഹരണം എടുക്കാം. കണ്ണാടിയിൽ ഒരു സാധനം പ്രതിബിംബിക്കുമ്പോൾ എങ്ങനെയാണ് കാണപ്പെടുന്നത്? വിപരീത നിലയിലാണ് കാണപ്പെടുന്നത്. അതുപോലെയല്ല എന്നാൽ അങ്ങയിൽ ആ പ്രകാശിച്ചത്. ആ അമ്മ പ്രപഞ്ചത്തെയും അങ്ങയെയും ആ വായ്ക്കുള്ളിൽ കണ്ടു. ശരിക്കും പ്രപഞ്ചത്തിൻ്റെ സ്ഥാനം, പ്രപഞ്ചം പ്രതിബിംബിക്കാൻ കണ്ണാടിയുടെ സ്ഥാനം സ്വീകരിച്ച അങ്ങയിൽ അങ്ങ് തന്നെ പ്രതിബിംബിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഈ വിധം കണ്ടതെല്ലാം തന്നെ മായയാണെന്ന് ബ്രഹ്മദേവൻ ഉറപ്പിക്കുകയാണ്. ഇനി അടുത്ത ശ്ലോകം കൊണ്ട് ബ്രഹ്മദേവൻ പറയുന്നതാണ്, അതായത് ഈ അങ്ങയിൽ നിന്ന് അന്യമായിട്ടുള്ള എല്ലാം തന്നെ മായയാണെന്നുള്ള തത്വം ഞാൻ ഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് ബ്രഹ്മദേവൻ പറയുന്നത്. ആ ശ്ലോകം എന്ന് നോക്കാം. അദ്വൈവ തദ്ദേശ കിം മമനദേ മായാത്തമാദർശിതം ഏകോസി പ്രഥമം തതോ വ്രജസുഗർവസ്സാ സമസ്ത അഭി താവന്തോസി ചതുർഭുജ തദഖിലൈ സാഗം മയോപാസിത താവന്തേവ ജഗന്യഭൂതമിതം ബ്രഹ്മാദ്വയം ശിഷ്യതേ. അതായത് എന്താണ് അതിൻ്റെ കാരണം? ബ്രഹ്മാവ് പറയുകയാണ്, ഞാൻ പശുക്കുട്ടികളെയും അതുപോലെ ഗോപകുമാരന്മാരെയും മറയ്ക്കുന്നതിന് മുമ്പ് കൃഷ്ണൻ ഏകനായിരുന്നു. അതിനുശേഷം ഈ പശുക്കുട്ടികളും ഗോപകുമാരന്മാരുമെല്ലാം വിഷ്ണു സ്വരൂപികളായി മാറി. അവസാനം കൃഷ്ണൻ മാത്രം ശേഷിച്ചു. അപ്പോൾ ബ്രഹ്മം മാത്രമേ സത്യമായിട്ടുള്ളൂ. പ്രപഞ്ചത്തിൽ പിന്നീട് മായ കൊണ്ട് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളുമായി തീർന്നു. അവസാനം പ്രളയ സമയത്ത് ഏകനും അദ്വിതീയ രൂപിയുമായ ബ്രഹ്മം മാത്രം ശേഷിച്ചു. ഈ തത്വത്തെയാണ് താൻ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് ബ്രഹ്മദേവൻ പറയുകയാണ്. പിന്നീട് അടുത്ത ശ്ലോകം കൊണ്ട് പറയുകയാണ്, അങ്ങയുടെ പരമാർത്ഥ സ്വരൂപം അറിയാത്തവർക്ക് പ്രകൃതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് മായയെ വികസിപ്പിച്ച് സൃഷ്ടിക്ക് വേണ്ടി ബ്രഹ്മാവായ ഞാനായും രക്ഷയ്ക്ക് വേണ്ടി വിഷ്ണുവായും സംഹാരത്തിന് വേണ്ടി രുദ്രനായും 3 തരത്തിൽ തോന്നപ്പെടുകയാണ്. പിന്നീട് പറയുകയാണ്, അങ്ങ് ദുർജനങ്ങളുടെ ആ അഹങ്കാരത്തെ ശമിപ്പിച്ച് സന്മാർഗത്തിലേക്ക് കൊണ്ടുവരുവാനും അതുപോലെ സജ്ജനങ്ങളെ അനുഗ്രഹിക്കാനും വേണ്ടി ജനനമേ ഇല്ലാത്തവനായ അങ്ങ് പലവിധ അവതാരങ്ങളും സ്വീകരിക്കുന്നു. സർവവ്യാപിയും യോഗേശ്വരനും പരമാത്മാവും അങ്ങ് തന്നെയാണ്. അങ്ങ് ആ യോഗമായയെ കൂട്ടുപിടിച്ച് എപ്പോൾ ഏതേതു വിധം ലീലകളാണ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങയുടെ മഹിമ വർണ്ണിക്കാനും ഞാനും അശക്തനാണ്. ഇനി അടുത്ത ശ്ലോകം കൊണ്ട് ബ്രഹ്മദേവൻ പറയുന്നത്, ഈ പ്രപഞ്ചം നമുക്ക് എന്തുകൊണ്ടാണ് സത്യമായി തോന്നുന്നത് എന്നാണ്. ശരിക്ക് പ്രപഞ്ചം എന്ന് പറയുന്നത് പരമാർത്ഥ ദൃഷ്ടിയിൽ ഇല്ലാത്തതാണ്, ദുഃഖസ്വരൂപമാണ്, മായയിൽ നിന്നുണ്ടായതാണ്, സ്വപ്നം പോലെ താൽക്കാലികമാണ്. എന്നാൽ നിത്യസ്വരൂപനും ജ്ഞാനസ്വരൂപനും സുഖസ്വരൂപനുമായ പരമാത്മാവിനെ ആശ്രയിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ പ്രപഞ്ചം സത്യമായി തോന്നുന്നത്. ഇനി ഭഗവാന്റെ വാസ്തവ സ്വരൂപത്തെയാണ് അടുത്ത ശ്ലോകം കൊണ്ട് ബ്രഹ്മദേവൻ പറയുന്നത്.
ഏകസ്തമാത്മാ പുരുഷ പുരാണ സത്യസ്വയം ജ്യോതിരനന്ത ആദ്യ നിത്യക്ഷരോജസ്ത സുഖോ നിരഞ്ജന പൂർണോദയോ മുക്ത ഉപാധിരോധൃത. പരമാത്മാവും പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് മുന്നേ ഉള്ളവനും അവസാനമില്ലാത്തവനും നിത്യനും നാശരഹിതനും ആനന്ദസ്വരൂപിയും സർവത്ര നിറഞ്ഞവനും അമൃതസ്വരൂപിയും തന്നിൽ നിന്ന് വേറിട്ട് ഒന്നും ഇല്ലാത്തവനും സ്വയം പ്രകാശിക്കുന്നവനും എല്ലാം അങ്ങ് മാത്രമാണ്. ഇതാണ് അങ്ങയുടെ വാസ്തവ സ്വരൂപം എന്നാണ് ബ്രഹ്മദേവൻ പറഞ്ഞു വരുന്നത്. ഇനി ഈ പ്രപഞ്ചം എന്ന തോന്നൽ നമുക്ക് എങ്ങനെ ഇല്ലാതാവും? ആത്മാവിനെ നമുക്ക് ആത്മസ്വരൂപേണ എങ്ങനെ കാണാൻ കഴിയും എന്നുള്ളതാണ് അടുത്ത ശ്ലോകം കൊണ്ട് ബ്രഹ്മദേവൻ പറയുന്നത്. ഏവം വിദഗ്ധാം സകലാത്മനാമപി സ്വാത്മാനമാത്മാത്മതയാ വിചക്ഷതേ പൂർവകലബ്ധോപനിഷത്സു ചക്ഷുഷ ഏതേ തരന്തീവ ഭവാനൃതാമുദി. ഗുരുവിൻ്റെ ഉപദേശത്താൽ ഉണ്ടാകുന്ന ജ്ഞാനം കൊണ്ട് ആത്മസ്വരൂപേണ വിളങ്ങുന്ന അങ്ങയെ തന്നിൽ താനായി കാണാൻ കഴിയുന്നു. അപ്പോൾ ആ സംസാര സമുദ്രത്തെ നിഷ്പ്രയാസം കടക്കാൻ കഴിയുന്നു. അതായത് കയറായിട്ട് തന്നെ കണ്ടാൽ പാമ്പാണെന്ന തോന്നൽ ഇല്ലാതാകും. അതുപോലെ ആത്മാവിനെ ആത്മസ്വരൂപേണ തന്നെ കണ്ടാൽ നമുക്ക് പ്രപഞ്ചം എന്ന തോന്നൽ ഇല്ലാതാകും. സൂര്യനെ കാണുന്ന സമയത്ത് നമ്മൾ എന്താണ് പറയുന്നത്? പകലെന്നും കാണാത്ത സമയത്തെ രാത്രിയുമെന്നും പറയുന്നു. സൂര്യനിൽ ശരിക്ക് രാത്രിയുമില്ല പകലുമില്ല. അതുപോലെ തന്നെയാണ് ജ്ഞാനസ്വരൂപനായ ഭഗവാനിൽ ബന്ധവുമില്ല മോക്ഷവുമില്ല. ഇതെല്ലാം ജീവാത്മാക്കൾക്ക് അജ്ഞാന ദിശയിലുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളാണ് ഈ ബന്ധവും മോക്ഷവുമെല്ലാം. ആത്മാവിനെ മറക്കുന്നത് ബന്ധവും ആത്മാവിനെ ഓർക്കുന്നത് മോക്ഷവുമാണ്. ഇനി ചില അജ്ഞന്മാർ ആത്മാവായ ഭഗവാനെ ശരീരമായും ശരീരത്തെ ആത്മാവായും തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് തൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആ ആത്മാവിനെ പുറമേ തേടി നടക്കുന്നു. ഇതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഗൃഹത്തിൽ ഒരു സാധനം കളഞ്ഞുപോയി, അതിനെ പോയി വനത്തിൽ പോയി അന്വേഷിച്ചാൽ കിട്ടുമോ? അതാണ് അവരുടെ മൂഢത. ഇനി പ്രേമിക്കത്തക്ക വസ്തു എന്താണെന്ന് ഭക്തന്മാർ തിരയുന്നു. സ്വയം പ്രകാശിക്കുന്ന വസ്തു എന്താണെന്ന് മുമുക്ഷുക്കൾ തിരയുന്നു. രണ്ടും ഒന്ന് തന്നെയാണ്. അങ്ങയുടെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമേ അങ്ങയുടെ മാഹാത്മ്യം അറിയാൻ കഴിയുകയുള്ളൂ എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ബ്രഹ്മദേവൻ. ഇനി ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം മഹിമ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ അറിയാൻ കഴിയൂ. ഇനി അടുത്തത് ബ്രഹ്മദേവന്റെ ഒരു പ്രാർത്ഥനയാണ്. എന്താണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്? അങ്ങയുടെ പരമാർത്ഥ തത്വം അറിയാൻ സ്വന്തം സാമർഥ്യം കൊണ്ട് എനിക്ക് കഴിയില്ല. അതുകൊണ്ട് അങ്ങയുടെ ഭക്തന്മാരിൽ ഒരാളായി തീർന്ന് അങ്ങയുടെ പാദസേവ ചെയ്ത് അങ്ങയുടെ കാരുണ്യത്തിന് പാത്രമായി ഞാൻ ആ ജ്ഞാനത്തെ അനുഭവസ്വരൂപമാക്കി തീർത്തുകൊള്ളാം. അതിന് എനിക്ക് ഈ ജന്മത്തിൽ അർഹതയില്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും എന്നെ അങ്ങയുടെ ദാസന്മാരിൽ ഒരാളായി തീർക്കാൻ, ഭക്തന്മാരിൽ ഒരാളായി തീർക്കാൻ എന്നിൽ കാരുണ്യം കാണിക്കണം. അതിനും എനിക്ക് അർഹതയില്ലെങ്കിൽ ഈ വ്രജത്തിലെ തന്നെ അങ്ങയുടെ പാദസേവ ചെയ്യുന്ന ഒരു പശുക്കുട്ടിയായോ അല്ലെങ്കിൽ അങ്ങയുടെ അടുത്തേക്ക് വരുന്ന ഒരു പുഴുവായോ എന്നെ ആക്കി തീർക്കണം. അടുത്തേക്ക് വരുന്ന പുഴുവായി തീരാനാണ് അകന്നു പോകുന്ന ബ്രഹ്മാവായി തീരുന്നതിലും എനിക്കിഷ്ടം എന്നാണ് ബ്രഹ്മദേവൻ. ആ വിചാരത്തെയാണ് ബ്രഹ്മദേവൻ പറഞ്ഞത്. അടുത്തത് പറയുകയാണ്, ഭഗവാനെ, ഈ ഗോകുലത്തിലെ പശുക്കളും ആ ഗോപികളും എത്രയോ ധന്യധന്യകളാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു വർഷക്കാലം ആ യാഗത്തെ കൊണ്ടുപോലും സന്തോഷിപ്പിക്കാൻ കഴിയാത്ത പരബ്രഹ്മത്തെ അല്ലേ ഒരു വർഷക്കാലം അവർ പാലും വെണ്ണയും മറ്റു തന്ന് സന്തോഷിപ്പിച്ചത്. പിന്നീട് വ്രജവാസികളുടെ ഭാഗ്യത്തെ പറ്റിയാണ് അടുത്തതായി ബ്രഹ്മദേവൻ പറയുന്നത്. അഹോഭാഗ്യം നന്ദഗോപവ്രജൗഗസാം യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം. ആ വ്രജത്തിലെ ഗോപന്മാരുടെയും ഗോപികളുടെയും ഭാഗ്യമാണ് ശരിയായ ഭാഗ്യം. എങ്ങും നിറഞ്ഞിരിക്കുന്നവനും ആനന്ദസ്വരൂപിയുമായ ആ പരബ്രഹ്മം വ്രജവാസികളുടെ മിത്രമായി ഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ ഭാഗ്യം എത്ര പറഞ്ഞാലും തീരാത്തതാണ്. രാഗദ്വേഷാദികൾക്ക് സ്ഥാനം അനുവദിക്കാതെ അന്തരംഗത്തെ പ്രേമപൂർണമാക്കാൻ സാധിക്കുന്നവർ ആനന്ദികളാണ്. ആനന്ദം തന്നെ ബ്രഹ്മം, പ്രേമം തന്നെ ആനന്ദം. ഈശ്വരനിൽ പരമപ്രേമമുള്ളവർ ബ്രഹ്മസ്വരൂപികളാണെന്ന് സിദ്ധാന്തം. ആ വ്രജവാസികളുടെ ആനന്ദത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും അല്ലെങ്കിൽ ഭാഗ്യാതിശയത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും ബ്രഹ്മദേവന് തീരുന്നില്ല.
അടുത്തതായി അധിഷ്ഠാന ദേവതകളുടെ ആ ആനന്ദത്തെക്കുറിച്ചാണ് ബ്രഹ്മദേവൻ പറഞ്ഞു വരുന്നത്. ഓരോരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോരോ അധിഷ്ഠാന ദേവതകളുണ്ട്. മനസ്സിന് ചന്ദ്രൻ, ബുദ്ധിക്ക് ബ്രഹ്മാവ്, നേത്രങ്ങൾക്ക് സൂര്യൻ, ഇങ്ങനെ പോകുന്നു. ഈ വ്രജവാസികൾ അവരുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട്, ഓരോ ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഇത് ചെയ്യുമ്പോൾ, പാദസേവ ചെയ്യും, ഭഗവാന് പാദസേവ ചെയ്യുമ്പോൾ ആ ഇന്ദ്രിയങ്ങളിലുള്ള ദേവതകൾ സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു. എന്നാൽ അപ്പോൾ ആ വ്രജവാസികൾ അവരുടെ 11 ഇന്ദ്രിയങ്ങളെ കൊണ്ടും ആ ഭഗവാന്റെ പാദസേവ ചെയ്യുമ്പോൾ അവരുടെ ആനന്ദമല്ലേ ആനന്ദം എന്നാണ് ബ്രഹ്മദേവൻ പറയുന്നത്. അവരുടെ ആനന്ദത്തെക്കുറിച്ച് എനിക്ക് വർണ്ണിക്കാൻ വാക്കുകളില്ല എന്നാണ് ബ്രഹ്മദേവൻ പറഞ്ഞു വരുന്നത്. പിന്നീട് ബ്രഹ്മാവ് പറയുകയാണ്, ഈ വ്രജവാസികളുടെ പാദരേണു ഏൽക്കത്തക്ക വിധം ഈ വൃന്ദാവനത്തിൽ തന്നെ ഒരു പുല്ലായോ ചെടിയായോ ഞാൻ ജനിക്കണം. എന്തുകൊണ്ടെന്നാൽ അവർക്ക് സർവസ്വവും ഭഗവാനാണ്. വേദങ്ങൾക്ക് പോലും ആ പാദരേണുക്കളെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഈ വ്രജവാസികൾ അങ്ങയുടെ പാദകമലത്തെ തന്നെ സദാ സർവദാ ആശ്രയിച്ചിരിക്കുന്നു. ഇനി അടുത്ത ശ്ലോകം കൊണ്ട് ബ്രഹ്മദേവൻ പറയുകയാണ്, ഈ വ്രജവാസികളുടെ എന്താ പറയുക, കടക്കാരനായി തീർന്നിരിക്കുകയാണ് ഭഗവാൻ എന്ന് പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഭഗവാനെ കൊല്ലാൻ വന്ന പൂതലയ്ക്കും മറ്റ് അസുരന്മാർക്കുമെല്ലാം മോക്ഷം നൽകിയാണ് ഭഗവാൻ അനുഗ്രഹിച്ചത്. മോക്ഷത്തേക്കാൾ കൂടുതലായി മറ്റൊന്നും കൊടുക്കാനുമില്ല. അപ്പോൾ ഭഗവാന്റെ പാദത്തെ തന്നെ സർവദാ ആശ്രയിച്ചിരിക്കുന്ന ഈ വ്രജവാസികൾക്ക് എന്തു കൊടുത്ത് അനുഗ്രഹിക്കും ഭഗവാൻ? അതുകൊണ്ട് ഭഗവാൻ അവരുടെ കടക്കാരനായി തീർന്നിരിക്കുകയാണെന്നാണ് ബ്രഹ്മദേവൻ പറഞ്ഞു വരുന്നത്. അങ്ങയെ സർവാത്മന ആശ്രയിക്കുന്നത് വരെ മാത്രമേ രാഗാദി വികാരങ്ങൾ ജീവന്മാരെ ഉപദ്രവിക്കുന്നത്, ഗൃഹം കാരാഗ്രഹം പോലെ ബദ്ധകം കാരണമായി തീരുന്നത്, അജ്ഞാനം കാഴ്ചങ്ങരയായി കെട്ടിയിരുന്നതും അതുവരെ മാത്രമാണ്. പിന്നീട് ബ്രഹ്മാവ് പറയുകയാണ്, ഭഗവാനെ എൻ്റെ ഈ നേത്രാദി ഇന്ദ്രിയങ്ങൾ കൊണ്ട് അങ്ങയുടെ മാഹാത്മ്യത്തെ അറിയാനോ വാക്കുകൊണ്ട് പറയാനോ മനസ്സുകൊണ്ട് ചിന്തിക്കാനോ കഴിയുന്നതല്ല അങ്ങയുടെ വൈഭവം. ആ അങ്ങയുടെ വൈഭവത്തെ പറ്റി അറിയാമെന്ന് അഭിമാനിക്കുന്നവർ അവരാണ് ശരിയെന്ന് പറഞ്ഞ് ഇരുന്നു കൊള്ളട്ടെ എന്നും കൂടി പറയുകയാണ്. ഇനി അടുത്തത് തൻ്റെ വിചാരത്തെക്കുറിച്ച് ബ്രഹ്മദേവൻ ഭഗവാനോട് പറയുകയാണ്. അനുജാനീഹി മാം കൃഷ്ണ സർവത്വം വേത്തി സർവദ്രേ ത്വമേവ ജഗതാം നാഥോ ജഗതേ ദത്തവാർപ്പിതം. അതായത് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെയും നാഥൻ അങ്ങാണ്. എൻ്റേതെന്ന് അഭിമാനിച്ചിരുന്ന ഈ പ്രപഞ്ചത്തെ, അതായത് ശരീരം, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ഇവയെല്ലാം ഞാൻ അങ്ങയുടെ കാൽക്കൽ സമർപ്പിച്ചിരിക്കുന്നു. അങ്ങ് എൻ്റെ അപരാധത്തെ ക്ഷമിച്ച് എനിക്ക് വിട നൽകാൻ ആജ്ഞ നൽകിയാണ്. ഇനി എൻ്റെ അപരാധം ക്ഷമിച്ച് എൻ്റെ അധികാര പരിപാലനത്തിനോ അല്ലെങ്കിൽ ഈ വൃന്ദാവനത്തിൽ തന്നെ ഒരു ജീവിയായിട്ട് ജനിക്കാനോ എന്തിനാണ് അങ്ങേക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ അതിനായി എന്നെ നിയോഗിച്ചാലും എന്നുള്ള വിചാരത്തെയാണ് ബ്രഹ്മദേവൻ പറഞ്ഞത്. ഞാൻ എന്നും അങ്ങയുടെ ദാസനാണ് എന്നുകൂടി ബ്രഹ്മാവ് പറയുകയാണ്. ഭഗവാൻ തൻ്റെ കടാക്ഷത്താൽ ബ്രഹ്മദേവന് പോകാനുള്ള അനുമതി നൽകി. ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ബ്രഹ്മദേവൻ പറയുകയാണ്, ശ്രീകൃഷ്ണ വൃഷ്ടികുല പുഷ്കര ജോഷദായൻ ശ്വാനർജരത്തിതപശൂതതിവൃത്തികാര്യൻ ഉദ്ധർമ്മ സാർവരകരക്ഷിതിരാക്ഷസദ്ര ആകൽപമർക്കമർക്കൻ ഭഗവൻ നമസ്തേ. ഹേ നിത്യാനന്ദ സ്വരൂപ, വൃഷ്ടിവംശ കുലത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നവനും ഭൂമി, ബ്രാഹ്മണർ, പശുക്കൾ, ദേവന്മാർ ഇവരെയെല്ലാം സംരക്ഷിക്കുന്നവനും അധർമ്മത്തെ നശിപ്പിക്കുന്നവനും ദുഷ്ടജനങ്ങളെ സംഹരിക്കുന്നവനും പരമപൂജ്യനും സൂര്യന് തേജസ്സിനെ നൽകുന്നവനുമായ ഭഗവാനെ, അങ്ങയെ കൽപ്പകാലം വരെ ഞാൻ വീണ്ടും 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 നമസ്കരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ബ്രഹ്മദേവൻ ഭഗവാനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചുകൊണ്ട് സത്യലോകത്തേക്ക് തിരിച്ചുപോയി. ഇനി മണിപ്രവാളത്തെ 2 ശ്ലോകങ്ങളൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാം. ബലമൊന്നു കുഴിച്ചു മണ്ണിലിട്ടാൽ പല കൊമ്പും കവരങ്ങളും വിളങ്ങും, ചില പൊട്ടി മറഞ്ഞു വീഴുമപ്പോൾ ചില വർദ്ധിച്ചു ഫലങ്ങളും ഒഴിക്കും. അതു നേരമൊരഗ്നി വന്നു പറ്റി സ്ഥിതമായുള്ളതു വെന്തു ഭസ്മമാകും. അതുപോലെ സമസ്ത ജന്തുവർഗസ്ഥിതിയും നാശവും ഈശാ നിൻ പ്രഭാവാൽ. ഒരു കായ മണ്ണിൽ കുഴിച്ചിട്ടാൽ അത് വളരും, ശിഖരങ്ങളും കവരങ്ങളും എല്ലാം ഉണ്ടാകും. ചിലത് നശിക്കും, ചിലത് പടർന്ന് പന്തലിച്ച് വൃക്ഷമായിത്തീർന്ന് അതിൽ നിന്ന് കായകളും ഫലങ്ങളും എല്ലാം ഉണ്ടാകും. ആ സമയത്ത് ഒരു കാട്ടുതീ വന്നു കഴിഞ്ഞാൽ
ആ തീയിൽപ്പെട്ട് ആ വൃക്ഷം മുഴുവനും വെന്ത് ഭസ്മമാക്കും. ബ്രഹ്മാവ് പറയുകയാണ്, ഭഗവാനെ, ഇതുപോലെ തന്നെയാണ് സമസ്ത ജന്തുവർഗത്തിൻ്റെയും നിലനിൽപ്പും നാശവും. അങ്ങയുടെ പ്രേരണ ഒന്നുകൊണ്ട് മാത്രമേ എല്ലാം നടക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. നമ്മൾക്കും ബ്രഹ്മദേവൻ പ്രാർത്ഥിച്ച് സ്തുതിച്ചതുപോലെ തന്നെ ആ സത്സംഗം കൊണ്ട് സജ്ജനങ്ങളുടെ മുഖത്തിൽ നിന്ന് വരുന്ന ആ ഭഗവത് കഥകളെ കേട്ട് ഭഗവാന്റെ പാദസേവ ചെയ്ത് ഭക്തിയെ വളർത്തി ഭഗവാന്റെ കാരുണ്യത്തിന് പാത്രമായി ഈ സംസാര സാഗരത്തെ കടക്കാൻ നമുക്കും ശ്രമിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിലും ഗുരുവിൻ്റെ പാദത്തിലും അമ്പാടിക്കണ്ണൻ്റെ പാദത്തിലും സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.